ഹായ് ഓൾ, ബുക്കിൻ്റെ ക്ലാസ് 27th ക്ലാസ് ആണ്. നിങ്ങൾ ടേൺ ദ പേജ് നമ്പർ 84 എടുക്കുക. 301 ക്വസ്റ്റ്യൻ, വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ ദ പോലീസ്മാൻ ടോൾഡ് ദി ബോയ്. അല്ലേ, ഇത് ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് ഇൻ റിപ്പോർട്ടഡ് സ്പീച്ച്. 4 ഓപ്ഷൻ തന്നു, അതിൽ കറക്റ്റായിട്ട് പിക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആ എക്സ്പ്ലനേഷൻ ഒന്ന് എടുത്തേ. ദ പോലീസ്മാൻ ആസ്ക്ഡ് ദ ബോയ് വെയർ ഹി ഹാഡ് ഗോൺ ദ പ്രീവിയസ് ഡേ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി ശ്രദ്ധിക്കുക, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടല്ലോ. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസിനെ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബിൽ മാറ്റം വരുന്നു. ഇവിടെ ടോൾഡ് എന്നത് ആസ്ക്ഡ് ആയി മാറി. ഡയറക്റ്റ് സ്പീച്ചിലെ ചോദ്യചിഹ്നം ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഒഴിവാക്കുന്നു. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ചോദ്യരൂപത്തിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക്, അതായത് പ്രസ്താവനയിലേക്ക് മാറ്റുന്നു. വെയറിൽ സെൻറ്റൻസ് ആരംഭിക്കുന്നതിനാൽ റിപ്പോർട്ടിംഗ് പാർട്ടിനെയും സ്പീച്ച് പാർട്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ മറ്റൊരു കണക്റ്റിംഗ് വേർഡ് ആവശ്യമില്ല. അതാണ് എൻ്റെ ഒരു ലോങ് എക്സ്പ്ലനേഷനാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വെയർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ, ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാക്കണം അത് എന്താണ്, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസിനെ എങ്ങനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക്, അതായത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അതിനെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രസ്താവനയാക്കണം എന്നാണ് പറഞ്ഞത്. 302 ദി അത്ലറ്റ് ഡാഷ് ഓൺ ദി ഗ്രൗണ്ട് ആൻഡ് ക്രൈഡ് ഫോർ ഹെൽപ്പ്. അപ്പോൾ അത്ലറ്റ് ഗ്രൗണ്ടിൽ കിടന്നു എന്നാണ് അർത്ഥം വരുന്നത്. ലേ, ലൈറ്റ്, ലെയ്ഡ്, ഹാർട്ട് ലെയ്ഡ്. 302 നോക്കിയേ, ലേ എന്ന് പറഞ്ഞാൽ പുട്ട് സംതിങ് ഡൗൺ ജെന്റിലി, അല്ലേ, കിടക്കുക എന്നുള്ളതാണ്. ദെൻ LIED ലൈഡ് ആണെങ്കിലോ ടു മേക്ക് ആൻ അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ഇൻറ്റൻറ്റ് ടു ഡിസീവ്, നുണ പറയുക. ലെയ്ഡ് പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ലേ, കിടന്നു എന്നതിൻ്റെ പാസ്റ്റ് ലെയ്ഡാണ്, അല്ലെ, കിടക്കുക, ലേ കിടക്കുക, ലെയ്ഡ് കിടന്നു. പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളുമായിട്ട് LAID യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ വരിക, ദ അത്ലറ്റ് ലേ ഓൺ ദി ഗ്രൗണ്ട് ആൻഡ് ക്രൈഡ് ഫോർ ഹെൽപ്പ്. ഫൈൻഡ് ദ റോങ്ലി സ്പെൽറ്റ് വേർഡ് ഷെയ്ഫർ. ഷെയ്ഫർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ. ഷെയ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെൻ്റ് കാറോ അതല്ലെന്നുണ്ടെങ്കിൽ ടാക്സിയൊക്കെ ഓടിക്കുന്ന ഡ്രൈവർമാരെ ജോലിയായിട്ട്, അവരൊരു ജോലിയായിട്ട് ഒരു വണ്ടി ഓടിക്കുവാണ്, അതാണല്ലോ റെൻ്റ് കാറോ ടാക്സിയോ ഒക്കെ ഓടിക്കുന്ന ഡ്രൈവേഴ്സ്, അവരെയാണ് നമ്മൾ ഷെയ്ഫർ എന്ന് പറയുന്നത്. അടുത്തത് കാമഫ്ലാഷ്. കാമഫ്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ഗൈസ് എന്നാണ് മീനിങ്. വഞ്ചിക്കുക അല്ലെങ്കിൽ ചതിക്കുക, ഹൈഡ് ചെയ്യുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഡിക്ലറേഷൻ പ്രസ്താവനയാണെന്നറിയാം അല്ലേ. ദെൻ ഒണമാറ്റോപ്പിയ. ഒണമാറ്റോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില സൗണ്ട്, ആ സൗണ്ട് വെച്ചിട്ട് അതിനെ ഒരു വാക്കാക്കി യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, കുക്കു. കുക്കു എന്നാണ് കുയിലിനെ പറയുന്നത് അല്ലേ. എന്തുകൊണ്ടാണ് കൂ കൂ എന്നുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിനെ വെച്ചിട്ടാണ് അവനൊരു പേരൊരു വേർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് എന്ത് വിളിക്കുക, ഒണമോട്ടോപ്പിയ. അപ്പോൾ ഇവിടെ ഒണമോട്ടോപ്പിയ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള സ്പെല്ലിങ് കൊടുത്തിരിക്കുന്നത്. 304 ദ ഇഡിയം ഓൺ ദി ട്രോട്ട് മീൻസ്. ഓൺ ദി ട്രോട്ട് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 after 1 എന്നുള്ള മീനിങ് ആണ്. ഓൺ ദി ട്രോട്ട്, 1 after 1, ഒന്നിന് പുറകെ ഒന്നൊന്നായി. ഓപ്ഷൻ എ ഫുൾ ഓഫ് എക്സൈറ്റ്മെൻറ്റ് അല്ല, കോൺസിക്യൂട്ടീവ്ലി, അല്ലെ, നമ്മൾ പറയില്ലേ കോൺസിക്യൂട്ടീവ് നമ്പർ എന്ന് പറയാം. അപ്പോൾ കോൺസിക്യൂട്ടീവ് ഒന്നിന് പുറകെ ഒന്നായി, അതാണ് ഓൺ ദ ട്രോട്ട് എന്ന് പറയുന്ന ഇഡിയം. ഇഡിയം ഒരു നോട്ട്ബുക്കിൽ എഴുതുന്നില്ലേ, അതിനകത്ത് എഴുതി ചേർക്കണേ. അടുത്തത് ദ വേർഡ് ക്യാറ്റപ്ട്രോഫോബിയ മീൻസ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഫിയർ ഓഫ് ക്യാറ്റ്സ് ആണ്, അല്ല കേട്ടോ. ക്യാറ്റോപ്ട്രോഫോബിയ മീൻസ് ദ ഫിയർ ഓഫ് മിറേഴ്സ്. മിറേഴ്സ്, കണ്ണാടികൾ കാണുമ്പോൾ ഉള്ള ഫിയർ ആണത്. അടുത്തത് ബാലൂസ്. ബാലൂസ് എന്നുള്ളത് ബാലു ഹാസ് ആണ് കേട്ടോ. ബാലു ഹാസ് റിട്ടേൺ ദി ബുക്ക്. ക്വസ്റ്റ്യൻ ടാഗാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോസ്ട്രോഫി എസ് കണ്ടോ, അത് ഹാസ് ആണ്. അപ്പോൾ എന്താ, ഹാസ് ഇൻറ്റ് ഹി ആണ് വരിക, ഹാസ് ഇൻറ്റ് ഹി. 307 ദ മീനിങ് ഓഫ് ദി ഫ്രേസ് കാർട്ടെ ബാലൻസ് ഈസ്. കാർട്ടെ ബാലൻസ് എന്ന് പറയുന്ന ഫ്രേസിൻ്റെ മീനിങ് എന്താ വരുന്നത്, ദ കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട് ആസ് വൺ തിങ്സ് ബെസ്റ്റ്, അല്ലേ, ഒരാൾ ചിന്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാനുള്ള ഒരു ഫ്രീഡം, അതാണ് കാർട്ടെ ബാലൻസി. 306ൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കിക്കേ. ഒരു കാര്യമുണ്ട്, ദ ഫിയർ ഓഫ് തണ്ടർ മീൻസ് അസ്ട്രാഫോബിയ, ദ ഫിയർ ഓഫ് ഹെയർ മീൻസ് ട്രിച്ചോഫോബിയ, ദ ഫിയർ ഓഫ് ക്യാറ്റ്സ് മീൻസ് ഐലൂറോഫോബിയ. ഇത് പഠിച്ചു വെച്ചേക്കണം. ഇതൊക്കെ വേണമെങ്കിൽ PSCക്ക് ഇന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചേക്കാം. അടുത്തത് 307 പറഞ്ഞു അല്ലേ. 308 ദി ആൻറ്റോണിം ഓഫ് ദി വേർഡ് റിഡൻഡൻറ്റ്. റിഡൻഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ വേർഡ് റിഡൻഡൻറ്റ് മീൻസ് അൺനെസസറി, അതായത് അത്യാവശ്യമല്ലാത്ത, നെസസറി അല്ലാത്ത, അൺനെസസറി ആണ്. ഓപ്ഷൻ എ എക്സസീവ്, ഓപ്ഷൻ ബി ഡിഗ്നിഫൈഡ്, ഓപ്ഷൻ സി നെസസറി ആൻഡ് ഓപ്ഷൻ ഡി
അപ്പോളജറ്റിക്ക. അൺനെസസറി ആണ്, റിഡൻഡന്റ് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ ആൻറ്റോണിം എന്താണ്? നെസസറി. അടുത്തത് ചൂസ് ദി കറക്റ്റ് സെൻറ്റൻസ്. ഐ ഹാഡ് ലെഫ്റ്റ് ഹോം ബിഫോർ ഹി കെയിം. കറക്റ്റ് അല്ലേ ഇത്? ആദ്യം നടന്നതിനെ കാണിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത് പറഞ്ഞത് സിമ്പിൾ പാസ്റ്റും യൂസ് ചെയ്തു. അപ്പോൾ അതാണ് അതിലെ കറക്റ്റ് സെൻറ്റൻസ്. ദെൻ 310 the officer went dash the report many times and approved it. up, over, on, off. അതിൻ്റെ ഒന്ന് എക്സ്പ്ലനേഷൻ എടുത്തേ. ഗോ ഓവർ മീൻസ് ടു മേക്ക് ആൻ ഇംപ്രഷൻ. ഒരു ഇംപ്രഷൻ ഉണ്ടാക്കി എടുക്കുകയാണ് ഗോ ഓവർ. ഗോ ഓൺ മീൻസ് കണ്ടിന്യൂ. ഗോ ഓഫ് മീൻസ് എക്സ്പ്ലോഡ്, പൊട്ടിത്തെറിക്കുക. ഗോ അപ്പ് മീൻസ് ടു മൂവ് ഹയർ, അല്ലെ, ഉയരങ്ങളിലേക്ക് പോവുക. അപ്പോൾ ഇവിടെ എന്താണ്? ദ ഓഫീസർ വെൻ go over the report many times and approved it. Go over means make impression. നിങ്ങൾ ഫ്രേസൽ വെർബും ഇഡിയംസും ആൻറ്റണിംസും എപ്പോഴും നോട്ട് ചെയ്ത് പോകണം കേട്ടോ. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും റിപ്പീറ്റ് ചെയ്ത് ചിലപ്പോൾ കിട്ടും, അതുകൊണ്ടാണ് ഫോറിൻ വേർഡ്സും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ 27 ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ആൻസർ കഴിഞ്ഞു. ഇനി നമുക്ക് 28ാമത്തെയാണ്, അത് 311 തൊട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.